ഹായ്, ഞാൻ ഈ വർക്ക് ഏരിയയുടെ വീഡിയോ ചെയ്ത അന്ന് എന്നോട് കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് കുളമാണ് എന്ന് പറഞ്ഞിട്ട് പാറ മാത്രമാണല്ലോ കാണിക്കുന്നത് എന്ന്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു മഴ പെയ്ത് ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം, ആ കുളത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന്. ആ വാക്ക് പാലിക്കാനാണ് കേട്ടോ ഞാനിന്ന് വന്നത്. ആ കമൻറ്റ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ടെറസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലൊരു വ്യൂ കാണും. അപ്പോൾ നമുക്ക് ടെറസിൽ ഇറങ്ങിയാലോ? ഇതാണ് കേട്ടോ എൻ്റെ ടെറസ്. ഇവിടെ മൊത്തം ഷീറ്റ് ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് നോക്കി ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ അടിപൊളി വൈബാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഏരിയയെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വിരിച്ച് കുറച്ച് ചെടികളൊക്കെ വെച്ച് ഒന്ന് രണ്ട് ചെയറും പിന്നെ ഒരു കുഞ്ഞു ടീപ്പോയൊക്കെ വെച്ച് വൈറ്റ് കളറുള്ള ഒരു കുഞ്ഞു ടീപ്പോയൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന് മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അതൊക്കെ ചെയ്യണം. പക്ഷേ ഇവിടെ സേഫ്റ്റി ഗ്രില്ല് വെക്കാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ യൂസ് ചെയ്യലില്ല. കാരണം എൻ്റെ കണ്ണ് തെറ്റുന്ന സമയത്ത് മോനെങ്ങാനും ഇവിടെ കയറി താഴേക്ക് വീട് പോവുമോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈ വാതിൽ പൂട്ടിയിട്ടാണ് കേട്ടോ ഇടുക. ഇങ്ങോട്ട് അങ്ങനെ ആരും എന്താ പറയുക ഇപ്പോൾ അങ്ങനെ ഇറങ്ങി യൂസ് ചെയ്യലൊന്നും ഇല്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്, നല്ല വ്യൂ ആണ്. ആ ഗ്രില്ലും സേഫ്റ്റിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇവിടെ നല്ല റെഡിയാക്കി എടുത്ത് ഈ ടെറസും കൂടെ ഒന്ന് ചെടികളൊക്കെ വെച്ച് പച്ചപ്പൊക്കെ ആക്കി നല്ല അടിപൊളിയാക്കി എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനും പിന്നെ ഡ്രസ്സ് ചിക്കിടാനും ഒക്കെ ഉള്ള ടാപ്പും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രില്ല് വെക്കാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വല്ലാതെ യൂസ് ചെയ്യാത്തത്. കാരണം എൻ്റെ മോന് അത്യാവശ്യം നല്ല പൊട്ടിത്തെറിയാണ്. അപ്പോൾ അവൻ ഞാനില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ, എന്താ പറ്റണത് എന്താ ചെയ്യണത് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ പൂട്ടിയിടുകയാണ് കേട്ടോ ചെയ്യൽ. ആക്ച്വലി ഇവിടെ വരുന്ന ചിലരെങ്കിലും ചോദിക്കും, നിങ്ങളെന്താ വീട്ടുമുറ്റത്ത് കുളം കുത്തിയതെന്ന്. സത്യത്തിലുണ്ടല്ലോ, ഇത് ഞങ്ങൾ കുളം കുത്തിയതല്ല, കിണർ കുത്തിയതാണ്. പിന്നെ കിണർ ഏകദേശം ഒരാളുടെ അടി ആയപ്പോഴേക്കും വെള്ളം കണ്ടു. പക്ഷേ അതിൻ്റെ അടിയിൽ പാറയായിരുന്നു. അപ്പോൾ ആ പാറ പൊട്ടിച്ച് പിന്നെയും ആഴം കൂട്ടണമെങ്കിൽ അത് പൊട്ടുമ്പോൾ തെറിച്ചിട്ട് മറ്റുള്ള ഇവിടെ അടുത്തടുത്ത് വീടുകളാണ്. അപ്പോൾ ആ വീടുകളുടെയൊക്കെ മുകളിലേക്ക് ഈ പാറ ചെന്ന് വീഴുന്ന പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ എന്താ പറയുക, കിണർ കുത്തി കുളമായപ്പോൾ ഞങ്ങൾ ഇതൊരു കുളമാക്കി. അങ്ങനെ കുളമായതാണിത്. ആക്ച്വലി ഇത് നല്ല വെള്ളമാണ് കേട്ടോ, കുടിക്കാൻ പറ്റിയ നല്ല ഡ്രിങ്കിങ് വാട്ടറാണിത്. എന്താ പറയുക, കിണർ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വെള്ളമാണ് കേട്ടോ. നല്ല തണുത്ത ഫ്രഷ് വാട്ടറാണ്. ഇപ്പോൾ അതിരാവിലെ നേരം വെളുത്ത് ഉള്ളിലേക്കൊക്കെ വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ നല്ല വെളിച്ചവും പോസിറ്റിവിറ്റിയും ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു വീട് പണിയുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കണേ.